അപ്പോൾ നമ്മളെ മാവ് ഇവിടെ റെഡിയായി. മാവ് പിന്നെ ചെറുതായിട്ടൊന്ന് അടുപ്പത്ത് വെച്ചൊന്ന് വാട്ടിയെടുത്തിട്ട് ഇനി കുഴച്ച് നമ്മൾ സാധാ പത്തിരിക്ക് ഉണ്ടാക്കണ മാതിരി കുഴച്ച് ഉരുളയാക്കുമ്പോൾ സാധാ പത്തിരിക്ക് ഉണ്ടാക്കണ മാതിരി പറ്റൂല. ഇതിൽ തേങ്ങയും ചെറിയ ഉള്ളി അരച്ചതുണ്ടല്ലോ, അപ്പോൾ കുറച്ചൊരു ലൂസ് ഉണ്ടാവും. അപ്പോൾ അതും കൂടി ഇതിൽ ചേർക്കാനുണ്ട്. ചെറിയ ജീരകം, തേങ്ങയും ഉള്ളി അരച്ചത്, ചെറിയ ജീരകം അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. ഇതിൽ വേണമെങ്കിൽ പിന്നെ കരിഞ്ജീരകം, എള്ള് ഇതെല്ലാം ചേർക്കാം. നമ്മളിത് ഇവിടെ ചെറിയ ജീരകം മാത്രമേ ചേർക്കണുള്ളൂ. ഇത് എങ്ങനെ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റായിരിക്കുമേ, നല്ല ടേസ്റ്റായിരിക്കും. വെളിച്ചെണ്ണി, അരിയും തേങ്ങയും ചെറിയ ഉള്ളിയല്ലേ, നല്ല ടേസ്റ്റുള്ള സാധനമല്ലേ, നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും. നമ്മളിതിൽ വേറെ ഒന്നും ചേർക്കണില്ല. ഉപ്പ്, ചെറിയ ഉള്ളി, തേങ്ങ, പിന്നെ ഇതൊക്കെ തന്നെ, അരിപ്പൊടി, ഇതൊക്കെ തന്നെ നമ്മൾ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഇത് കുറച്ചൊരു ചൂടുണ്ടേ. അപ്പോൾ അതിങ്ങനെ പച്ചവെള്ളം തെളിച്ച കുഴക്കുകയാണ്. എന്താ സംഭവം എന്നറിയോ? പിന്നെ ചൂടോടെ കുഴച്ചിട്ടില്ലെങ്കിൽ എന്താണ് ഇതിന് പ്രശ്നം വരാനുള്ളത്? ഇത് പിന്നെ ഇതായി കട്ടയാകുകയല്ല, ഒരു ബലം ഉണ്ടാവും. അപ്പോൾ ഇത് ചൂടോടെ നമ്മൾക്ക് കുഴച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ചേർക്കണം തേങ്ങ ചിരകിയത്, പിന്നെ തേങ്ങയും ചെറിയ ഉള്ളി കൂടി ചിരകി വെച്ചതുണ്ട്, അരച്ച് വെച്ചതുണ്ട്, അത് ഇതിലേക്ക് ചേർക്കണം. അപ്പോൾ പിന്നെ കുറേ ചൂടൊക്കെ കുറഞ്ഞു കിട്ടും. കുറച്ച് വെള്ളം നിറച്ച് കുഴച്ചതിന് ശേഷം അതുകൂടി ചേർത്തിട്ട് കുഴച്ചിട്ട് നമ്മൾ പിന്നെ പരത്തിയിട്ട് ചുട്ടെടുക്കുകയാണ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ കുറേ നല്ല ചൂടുണ്ട്. അതിനിങ്ങനെ കുറച്ച് പച്ചവെള്ളം ഇങ്ങനെ തെളിച്ച് അങ്ങനെ നമ്മൾ കുഴച്ചെടുക്കുകയാണ്. അത് കഴിഞ്ഞാൽ കുറച്ച് തേങ്ങയും പിന്നെ തേങ്ങ അരച്ചതും ചെറിയ ഉള്ളിയും കൂടെ അരച്ച് വെച്ചതുണ്ട്, അതും കൂടി ഇതിൽ ചേർക്കണം. അത് ചേർത്തിട്ട് കുഴച്ചെടുക്കണം. എന്നിട്ട് പിന്നെ പരത്തി ചുടാനുള്ളൂ. വലിയ പണിയൊന്നുമില്ല. അപ്പോൾ അതിനില്ലേ സമയമൊന്നും അധികം എടുക്കില്ല. 15 മിനിറ്റ് കൊണ്ടൊരു ചായക്കടി, നമുക്ക് നല്ല ടേസ്റ്റുള്ളൊരു ചായക്കടി ഉണ്ടാക്കാം. കടയിൽ പോകുന്ന സമയം കൊണ്ട് വീട്ടിലുണ്ടാക്കാം. വീട്ടിൽ മടിയുള്ളവർക്ക് പറ്റൂല, മടിയില്ലാത്തവർക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പെട്ടെന്നുള്ളൊരു ചായക്കടിയാണ്. ചായക്കടിയായിട്ട് ഉപയോഗിക്കാം. പിന്നെ നമുക്ക് കറിക്ക് കൂട്ടി, ഇറച്ചിക്കറിക്കോ കോഴിക്കറിക്കോ കൂട്ടി അങ്ങനെയും കഴിക്കാം. അങ്ങനെ കഴിക്കുന്നതും നല്ല ടേസ്റ്റാണ്. അങ്ങനെ ചായ 1-2 എടുത്ത് ചായക്ക് കഴിക്കുന്നത് 2 ദിവസം വരെ ഒരു കേടും പറ്റില്ല. നമ്മൾ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കൽ. കൂടുതൽ ദിവസം ആയിരിക്കും ഓയിലിൽ ഉണ്ടാക്കുകയാണെങ്കിൽ. ടേസ്റ്റ് കൂടുതൽ വെളിച്ചെണ്ണയിലാണ്. നമ്മൾ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. അത് നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതിന് നമ്മൾ ചേർക്കുന്നത് തേങ്ങയും ഇതല്ലേ, പിന്നെ ഉള്ളി ഇതല്ലേ, അതൊക്കെ ടേസ്റ്റുള്ള സാധനങ്ങളല്ലേ. അതുകൊണ്ട് ഈ പൊരിച്ച പത്തിരി വളരെ ടേസ്റ്റുള്ളൊരു സാധനമാണ്. നല്ല ടേസ്റ്റായിരിക്കും. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നൊരു സാധനമാണിത്. ചെറിയ കുട്ടികളുണ്ടല്ലോ, അവർക്കൊക്കെ വളരെ നല്ലതാണ്, ഇഷ്ടപ്പെടുന്നതാണ്. ഇതിലൊരു കൃത്രിമം നമ്മൾ ചേർക്കുന്നില്ല. അപ്പസോഡ വരെ ഇതിൽ ചേർക്കുന്നില്ല. എല്ലാം നാച്ചുറലായിട്ടുള്ള സാധനങ്ങളാണ് ചേർക്കുന്നത്. ആർക്കും കഴിക്കാം, ഒരു പ്രശ്നമില്ല. കുട്ടികൾക്കും വലിയവർക്കൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാം. നമ്മളെ നാടൻ അരിപ്പൊടി, തേങ്ങ, വെളിച്ചെണ്ണ ഇതാണല്ലോ ഇതിൽ ചേരുന്നത്. അതുകൊണ്ട് നല്ല ടേസ്റ്റായിരിക്കും. എനിക്ക് വലിയ ഇഷ്ടമാണ്. ഞാൻ ഇടയ്ക്ക് വീട്ടിലുണ്ടാക്കുന്നൊരു പലഹാരമാണിത്. ഉണ്ടാക്കാനും എളുപ്പമാണ്. ഇപ്പോൾ കുറച്ച് മാവ് ചൂടുള്ളപ്പോൾ അത് കുഴച്ചൊന്ന് റെഡിയാക്കാനും കുറച്ചൊരു ടൈം എടുക്കും. അത്രയേ ഉള്ളൂ പണി. പിന്നെ ഇതൊരു 85% വേവായതല്ലേ. അപ്പോൾ എണ്ണയിൽ കൂടുതൽ ടൈം വേവൊന്നും വേണ്ട. ഇതിൻ്റെ വേവൊക്കെ ഏതാണ്ട് ഈ മാവ് നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ തന്നെ ആയി. പിന്നെ ചെറിയൊരു 15% വേവേ ഉണ്ടാവുള്ളൂ. എണ്ണയിലിട്ടിട്ട് 3-4 മിനിറ്റ് എണ്ണയിൽ, നല്ല തിളച്ച എണ്ണയിൽ ഇട്ടൊരു 3-4 മിനിറ്റ് ഇട്ടിട്ട് കോരിയെടുക്കുക ചെയ്യുക. നമ്മൾ മാവ് ഇങ്ങനെ റെഡിയായി. ഇനി അതൊരു 3 ബോളായിട്ട് എടുത്തിട്ട് പരത്തി എടുത്തിട്ട് ഉണ്ടാക്കണം. നല്ല പോലെ കുഴക്കണം. കുഴച്ചാൽ പിന്നെ കൈമൊക്കെ ഒട്ടും. കാരണം അതിൽ തേങ്ങ അരച്ചതൊക്കെ ചേർത്തിക്കണല്ലോ. സാധാ പത്തിരിപ്പൊടിക്ക് കുഴക്കുന്ന മാതിരിയല്ല ഇതിന്. കുറച്ചൊരു ലൂസ് ഉണ്ടാവും.
കുറച്ച് ചെറിയൊരു ലൂസ് ഇതിനുണ്ടാവും. അപ്പോൾ അതിന് നമ്മൾ വേണ്ടത് എന്താണ്, ഞാനിപ്പോൾ ഇവിടെ ഇത് ട്രൈ ചെയ്ത് നോക്കുന്നത് പച്ചപ്പൊടിയൊന്നും ഇല്ലാതെ പരത്തിയെടുക്കാൻ പറ്റുമെന്നാണ്. എന്നാൽ പിന്നെ എണ്ണയിലൊന്നും അതാവില്ലല്ലോ. പച്ചപ്പൊടി ഇല്ലാതെ പരത്തിയെടുക്കാൻ ചില സമയത്ത് ഇത് ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് പച്ചപ്പൊടി മേടിലും താഴെ കൊടുക്കേണ്ടി വരും. അതില്ലാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ശരിയാവുകയാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. ശരിയായിട്ടില്ലെങ്കിൽ കുറച്ച് പച്ചപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മളത് അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. പച്ചപ്പൊടി ഇതിങ്ങനെ ഉരുട്ടി 3 ഉരുളയാക്കി വെക്കുക. നമ്മളിത് കുറച്ച് മാവ് എടുത്ത് മുഴുവനും ആണ് കുറേ എണ്ണത്തിനുണ്ടാവും. നമ്മളിപ്പോൾ ഇവിടെ ഒരു 20 എണ്ണ ഉണ്ടാക്കാൻ പോകുന്നുള്ളൂ. 20 എണ്ണത്തിന് 2 ഉരുള മതിയാവും, ധാരാളം മതിയാവും. അത് മാവ് കുറച്ച് കൂടിപ്പോയതാണ് കുഴച്ചത് കുറച്ച് കൂടിപ്പോയതാണ്. 1 ഉരുള അവിടെ വെക്കാം. ബാക്കി 2 ഉരുള ഉണ്ടാക്കിയാൽ തന്നെ 20 എണ്ണത്തിൽ കൂടുതലുണ്ടാവും. നമ്മളത് പരത്താൻ പോവുകയാണ്. പരത്തി നോക്കട്ടെ, മാവൊന്നും ഇടാതെ, പച്ചമാവൊന്നും ഇടാതെ പരത്തി നോക്കട്ടെ. ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ നമുക്ക് അടിയിലും മേലെയും കുറേശ്ശെ മാവ് കുടഞ്ഞു കൊടുക്കാം. ഇത് ഇട്ട് കൊടുക്കാം. ഒട്ടിപ്പിടിക്കുന്നുണ്ട്, ശരിയായില്ല. അപ്പോൾ ലേശം മാവ് ഇട്ട് കൊടുക്കേണ്ടി വരും. കുറച്ച് പച്ചമാവ് ഉണങ്ങി ഇത് ഇട്ട് കൊടുത്താൽ കുഴപ്പമില്ലാതെ നമുക്ക് പരത്തിയെടുക്കാം. അപ്പോൾ കുറച്ച് പച്ചമാവ് ഇതിൽ ചേർത്ത് കൊടുക്കും. മുകളിലും താഴെയും അടിയിലും മുകളിലുമായിട്ട് ഇട്ട് കൊടുക്കുക. കുറച്ച് മാവ് അടിയിലും കുറച്ച് മുകളിലും ഇട്ട് കൊടുത്താൽ പിന്നെ ഒട്ടിപ്പിടിക്കുന്ന പ്രശ്നം വരുന്നില്ല. പിന്നെ അങ്ങനെ നമ്മൾ എണ്ണ വെച്ച് പരത്തിയെടുക്കുകയേ വേണ്ടുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ ഇപ്പോൾ ഇതിന് പണിയുള്ളൂ. അതിപ്പോൾ നമ്മളെ വീഡിയോ ഒന്ന് കുറച്ച് നീണ്ടു പോകുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. നമ്മൾ ഇന്നിപ്പോൾ ആദ്യമായിട്ടൊരു സംഭവം ഇടുകയാണ്. അപ്പോൾ ഇതിന് ഫുള്ള് എല്ലാം കാണിക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ്. എല്ലാം കൃത്യമായിട്ട് നമ്മളുണ്ടാക്കുന്ന സംഭവങ്ങൾ എല്ലാം കാണിക്കുകയാണ്. അപ്പോൾ വീഡിയോ എത്ര നീണ്ടു പോകുന്നൊന്നും അറിയില്ല, അത് നോക്കാം. അപ്പോൾ ഇത് പരത്തി പിന്നെ ഇല്ല, പൊട്ടിപ്പിടിക്കുന്നൊന്നുമില്ല. അത് പരത്തുന്നുണ്ട്, ഇല്ല ഒട്ടണമൊന്നുമില്ല. പക്ഷെ മാവ് ലേശം അടിയിലും മേലെയും അടിച്ചു കൊടുത്തില്ലേ. അപ്പോൾ ഇനിയിപ്പോൾ എൻ്റെ പ്രശ്നം വരുന്നില്ല, ഒട്ടിപ്പിടിക്കൊന്നും ചെയ്യില്ല. ഇനി നമുക്കൊരു ഗ്ലാസ് എടുത്തിട്ട് അതിൻ്റെ ഗ്ലാസിൻ്റെ മുൻഭാഗം കൊണ്ട് ഇങ്ങനെ വെച്ച് കട്ട് ചെയ്ത് ഓരോ ഒന്നാക്കി എടുക്കാം. ഇത് പൊരിച്ചെടുക്കാൻ, ഇത് പിന്നെ പൊരിച്ചെടുക്കണം. എണ്ണ ഇത് പൊരിച്ചെടുക്കാം. ഇതങ്ങനെ 1, 3 4 5 എണ്ണായി, 6 എണ്ണായി. ഇതിൽ ഇങ്ങനെ പോരാനൊരു പ്രയാസം ഉണ്ടാകുന്നത്. അത് കുറച്ച് എണ്ണ പുരട്ടിയാൽ പിന്നെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഇതിൻ്റെ ഗ്ലാസിൻ്റെ നമ്മളതൊന്നും ചെയ്തിട്ടില്ല. അതിൻ്റെ സൈഡിൽ കൂടെ കുറച്ച് എണ്ണ പുരട്ടി കൊടുക്കുകയാണെങ്കിൽ ഇത് ശരിക്കും വിട്ടു പോരും. അതിന് പണിയൊന്നുമില്ല, ചെയ്തിട്ടില്ല. ഇനി അങ്ങനെ പിടിക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മളിത് വീണ്ടും കുഴച്ചു അങ്ങനെ പരത്തി വീണ്ടും ചെറിയ ഉരുളകളാക്കി എടുക്കണം. ഉരുളയാക്കി പിന്നെ പരത്തിങ്ങാണ്ട് ഇങ്ങനെ ഗ്ലാസ് കൊണ്ട് തന്നെ വെച്ച് കട്ട് ചെയ്ത് നമുക്ക് വെളിച്ചെണ്ണ അടുപ്പത്ത് വെക്കാം. ചട്ടി അടുപ്പത്ത് തീ കത്തിച്ച് ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ, കുറച്ചാക്കണ്ട, ഒരു 300 ഗ്രാം വേണ്ടി വരും ഇത് വറുത്തെടുക്കാനേ. ബാക്കി ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ലല്ലോ, വെളിച്ചെണ്ണ അവിടെ ഉണ്ടാവുമല്ലോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ അത് ഉപയോഗിക്കാം, ഒരു പ്രാവശ്യം 2-3 പ്രാവശ്യമൊക്കെ ഉപയോഗിക്കാം. അതുകൊണ്ട് ഇതാണ് വെളിച്ചെണ്ണ, ഒറിജിനൽ വെളിച്ചെണ്ണയാണ്. നമ്മളെ വീട്ടിലുണ്ടാക്കിയതല്ല, വീട്ടിലെ തേങ്ങ മില്ലിൽ കൊണ്ടുപോയി ആട്ടി കൊടുക്കുന്നതാണ് ഒറിജിനൽ വെളിച്ചെണ്ണയാണ്. അപ്പോൾ അതിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. വെളിച്ചെണ്ണയാകുമ്പോൾ അതിലൊരു നല്ല ടേസ്റ്റും ഉണ്ടാവും.
വെളിച്ചെണ്ണയിൽ മാത്രമേ നമ്മൾ ഇവിടെ വീട്ടിൽ പാചകം ചെയ്യൽ വെളിച്ചെണ്ണ മാത്രമേ ഉപയോഗിക്കലുള്ളൂ. ഇത് വീട്ടിലാണ് ഇപ്പോൾ ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പലഹാരമാണ്. അപ്പോൾ അത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാണ്. അപ്പോൾ അതാണ് നിങ്ങളോട് ഒന്ന് ഷെയർ ചെയ്യാൻ എഴുതിയിട്ടാണ് ഇപ്പോൾ ഞാനിന്നിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ ഈ ചാനൽ ഉണ്ടാക്കിയൊരു വീഡിയോ ഇടുന്നത്. തിരിച്ചറിയോ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സുഹൃത്തുക്കളൊന്ന് ക്ഷമിക്കണം. നല്ല വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. നല്ല വീഡിയോ ഇതിലിടാൻ ശ്രമിക്കും. ഞാനിത് 28 കൊല്ലമായിട്ട് ഞാൻ ഗൾഫിൽ കുക്കായിട്ട് ജോലി ചെയ്യുന്ന ആളാണ്. അവിടെ പിന്നെ അറബിക്ക് ഭക്ഷണങ്ങളാണ് കൂടുതൽ ഉണ്ടാക്കിയിരുന്നത്. അതിൻ്റെയൊക്കെ വീഡിയോ വരുന്നുണ്ട്. ഇതൊക്കെ ഇപ്പോൾ നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന പലഹാരങ്ങളാണ്. ഒരു കുക്കാവുമ്പോൾ എന്താണെന്ന് വെച്ചാൽ എല്ലാ പലഹാരങ്ങളും എല്ലാ നാടനും ഇതും പിന്നെ അറബിക്കും ചൈനീസും എല്ലാം അറിയാമല്ലോ. എല്ലാം അറിയാം, ഞാനും ഉണ്ടാക്കാറുണ്ട്. ഇതിപ്പോൾ ആദ്യമായിട്ട് നമ്മളെ ചാനലിൽ ഇത് വരാൻ പോവുകയാണ്. ചെറിയൊരു പലഹാരത്തിൻ്റെ പരിപാടി ഉദ്ഘാടനമായിട്ട് ഇട്ടതാണ്. അപ്പോൾ നമ്മളെ ചാനലിൽ എല്ലാ ഫുഡിൻ്റെയും പരിപാടികൾ വരാനിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചെയ്തിരുന്ന എല്ലാ അറബിക് ഭക്ഷണങ്ങളും ചൈനീസും എല്ലാം ഇതിൽ വരും. നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ആദ്യമായിട്ടാണ് ഈ ചാനൽ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇനി ഞാനുണ്ടാക്കുന്ന എല്ലാ ഫുഡും കൂടുതലും അറബിക്കും ചൈനീസുമാണ് ഉണ്ടാക്കൽ. അപ്പോൾ അതൊക്കെ ഇതിൽ വരും. അപ്പോൾ നമ്മളെ ചാനൽ എല്ലാ സുഹൃത്തുക്കളും സബ്സ്ക്രൈബ് ചെയ്യണം, എന്തായാലും സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഇനിയിപ്പോൾ നമ്മൾ എണ്ണ ചൂടായി, എണ്ണയിലിട്ട് വറുത്ത് കോരണം. ഇത് ഇട്ട് കൊടുക്കണം. 5 എണ്ണം വീതം ഇട്ട് കൊടുക്കുക. ഒരു ട്രിപ്പിൽ 5 എണ്ണം. ഇത് അറുക്കടാം. കുറച്ച് എണ്ണ വെച്ച് കൊണ്ടുള്ള ഇതല്ല, ഫ്രൈ പാന പോലത്തിലാണെങ്കിൽ പരന്നതിലാണെങ്കിൽ കുറേ ഇടാം. പക്ഷേ ഇതിപ്പോൾ അങ്ങനെ പരന്ന പാത്രമല്ലല്ലോ, ഇങ്ങനെ കൊണ്ടുള്ള പാത്രം ഇപ്പോൾ നമ്മൾ വെച്ചിരിക്കുന്നത്. അതിൽ 5 6 ഒക്കെ ഇടാൻ കഴിയുള്ളൂ. അത് വേവ് അധികം ടൈം വേവേണ്ട ആവശ്യമില്ല. മറ്റുള്ള പച്ചപ്പൊടി അല്ലല്ലോ ഇത് നമ്മൾ വാട്ടിയ പൊടിയാണ്. ഈ വാട്ടിയ പൊടി ഒരു 85% വേവും കഴിഞ്ഞതാണ്. ഇനിയൊരു 15% വേവ് എണ്ണയിൽ കിടന്ന് വേവാനുള്ളൂ. നമ്മൾ നല്ലോണം മുരിഞ്ഞിട്ട് തന്നെ എടുക്കുള്ളൂ. അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിതിൽ പിന്നെ കളറുകളൊന്നും ചേർക്കാറില്ല. മഞ്ഞപ്പൊടി,
ചേർത്താലും കളർ കിട്ടും. അപ്പോൾ നമ്മളത് പൊരിച്ച് കോരുകയാണ്. അപ്പോൾ നമ്മളത് വെള്ള കളർ തന്നെ ആയിരിക്കും. ഇതിൽ കളറുകളൊന്നും ചേർത്തിട്ടില്ല. പിന്നെ ഒരു അല്പം യെല്ലോ കളർ ചേർക്കുകയോ മഞ്ഞപ്പൊടി ചേർക്കുകയൊക്കെ ചെയ്താൽ നല്ല കളർ മാറ്റം ഉണ്ടാവും. അത് നമ്മളൊന്നും ചേർക്കാറില്ല, സാധാ പത്തിരി പോലെ തന്നെയാണ്. കളർ ചേർക്കാറുണ്ട്, ചിലർ കളർ ചേർക്കും. അല്പം മഞ്ഞ കളറോ അല്ലെങ്കിൽ മഞ്ഞപ്പൊടിയോ ചേർത്താൽ ഒരു മഞ്ഞ കളർ കിട്ടും. നമ്മൾ വീട്ടിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതായതുകൊണ്ട് ഇതിലൊന്നും ചേർത്തിട്ടില്ല. കളറ് അവർക്ക് ഇഷ്ടമൊക്കെ തന്നെയാണ്, പക്ഷെ നമ്മൾ ചേർക്കലില്ല. മഞ്ഞ കളറിന് പകരം അല്പം മഞ്ഞപ്പൊടി ചേർത്താലും കുഴപ്പമില്ല. ഇത് ചേർക്കേണ്ട ആവശ്യമല്ല. ഇതിപ്പോൾ നമ്മളിങ്ങനെ സാധാ പത്തിരി പോലെ തന്നെയാണ് ഇതുണ്ടാക്കുന്നത്. സാധാ പത്തിരി ഇതിൽ നമ്മളൊന്നും ചേർക്കലില്ല. അതേപോലെ തന്നെ സാധാ പത്തിരി പോലെ എന്നല്ല പറഞ്ഞത്. തേങ്ങ അരച്ച് ചേർക്കും, ചെറിയ ഉള്ളി ചേർക്കും, ജീരകം ചേർക്കും. പത്തിരിയിൽ പിന്നെ അങ്ങനെയൊന്നും ചേർക്കുന്നില്ല. അത് തേങ്ങ ചില സ്ഥലങ്ങളിലൊക്കെ ഇതിന് തേങ്ങാ പത്തിരി എന്നും പറയും, ചില സ്ഥലങ്ങളിൽ മറ്റേ പൊരിച്ച പത്തിരി എന്നും പറയും. ഇങ്ങനെയൊക്കെയാണ്. നമ്മളിത് നല്ല ടേസ്റ്റുള്ള സാധനമാണ്, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. നല്ല കൂടുതൽ മൊരിയാനും പാടില്ല. നമ്മൾ മീഡിയം ഇതിന് മൊരിയാനേ പറ്റുള്ളൂ. കൂടുതൽ മൊരിഞ്ഞാൽ ടേസ്റ്റൊക്കെ ഉണ്ടാവും. ഇത് പോവും, പത്തിരി തേങ്ങാ പത്തിരിയുടെ അത് പോവും. വേറെ ഇതിൽ മൊരിഞ്ഞു പോയാൽ ടേസ്റ്റിന് ചെറിയൊരു മാറ്റം വരും. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ മൊരിയാതെയാണ് നമ്മൾ എടുക്കൽ. അപ്പോൾ ഇങ്ങനെ വെന്തു, ആദ്യത്തെ ഒരു ട്രിപ്പ് വെന്തു, രണ്ടാമത്തെ ട്രിപ്പ് ഇങ്ങനെ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ 3-4 ട്രിപ്പായിട്ട് 20 ഉണ്ടാക്കുന്നത്. 3-4 ട്രിപ്പായിട്ട് ഉണ്ടാക്കുന്നത്. കൂടുതൽ സമയമൊന്നും പിടിക്കില്ല. ഒരു പലഹാരമാണിത്. ഒരു 4 മണി പലഹാരം. 4 മണി പലഹാരം എന്ന് പറയാം. ഇറച്ചിയുടെ കൂടെയും കോഴിക്കറിയുടെ കൂടെയും ഇറച്ചിക്കറിയുടെ കൂടെയും ഒക്കെ കഴിക്കാം. വളരെ നല്ലതാണ്, ടേസ്റ്റുമാണ്. നമ്മളിന്ന് ഒരു വൈകുന്നേരത്തെ പലഹാരമാണ് ഇപ്പോൾ ഇത്. അപ്പോൾ അത് ഞാൻ എല്ലാവരോടും ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. എല്ലാ സുഹൃത്തുക്കളും നമ്മളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണം. ആദ്യമായിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ടൊക്കെ വരുന്നത്. ഒരുപാട് നാളത്തെ പരിചയമാണ്. ഗൾഫിലൊക്കെ 28 കൊല്ലം കുക്കായിട്ട് നിന്ന ആളാണ്. അപ്പോൾ നമ്മളെ ചാനലിൽ അറബിക്ക് ഫുഡ്, ചൈനീസ് ഫുഡൊക്കെ വരാൻ ഇരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതൊരു തുടക്കമായിട്ട് നമ്മൾ ഇട്ടതാണ്. അപ്പോൾ ഇനി മുതൽ നമ്മളെ ചാനലിൽ വരും അറബിക്ക് ഫുഡും ചൈനീസ് ഫുഡും. ഇതൊക്കെയാണ് നമ്മളവിടെ ഉണ്ടാക്കിയിരുന്നത്, അങ്ങനത്തെ സാധനങ്ങൾ. ഇവിടെ ഇപ്പോൾ ഇന്നിപ്പോൾ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ അത് പിന്നെ ഒരു കുട്ടികൾക്കൊരു ഇതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അത് നമ്മളെ വീഡിയോയിൽ ചാനലിൽ ഇട്ടതാണ്. കുട്ടികൾക്കൊരു 4 മണി പലഹാരം അവർക്ക് ഇഷ്ടമാണ്. ഇത് അവർക്ക് മാത്രമല്ല എനിക്കും ഇഷ്ടമാണ്. കാരണം ഇതിലൊരു കൃത്രിമമായിട്ടൊന്നും ചേരുന്നില്ലല്ലോ. എണ്ണയും പിന്നെ വെളിച്ചെണ്ണയിലാണല്ലോ നമ്മളിത് ഉണ്ടാക്കുന്നത്. ഇതിൽ അരിപ്പൊടിയും തേങ്ങയല്ല, നമ്മളെ വീട്ടിലുണ്ടാകുന്ന സാധനമല്ലേ തേങ്ങയൊക്കെ. അത് നല്ല ടേസ്റ്റുള്ള സാധനമാണ്. ഇങ്ങനെ ചെയ്താൽ തേങ്ങ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു തേങ്ങ അങ്ങനെ എടുത്ത് തിന്നുമ്പോൾ ഇത്ര ടേസ്റ്റ് കിട്ടൂല. അത് നമ്മളിങ്ങനെ ചെയ്ത് എടുത്താൽ അതിൻ്റെ ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ നമ്മളിനി ഒരു 10 പരത്തിയെടുത്തു, അത് പൊരിച്ച് വെച്ചു. ഇനി കുറച്ചും കൂടി ഉണ്ട്. ഇനിയും പൊരിച്ചാൽ നമ്മളെ വീഡിയോ കുറച്ച് നീണ്ടുപോയി. ഇപ്പോൾ ആദ്യത്തെ പ്രാവശ്യം ആയതുകൊണ്ടാണ് ഇതിങ്ങനെ സാധനങ്ങളൊക്കെ കംപ്ലീറ്റ് സെറ്റപ്പാക്കി വെച്ചതിന് ശേഷം എടുക്കുകയാണെങ്കിൽ ഇത്ര ടൈം എടുക്കില്ല. ഞാനത് കുറച്ച് ചെറിയൊരു ശ്രദ്ധ കമ്മി പറ്റി, അതാണ് ഇത്ര വീഡിയോ നീണ്ടു പോയത്. അതിലെല്ലാവരും ക്ഷമിക്കുമല്ലോ എന്നൊക്കെ വിചാരിക്കുന്നു. വീഡിയോ നീണ്ടു പോയതുകൊണ്ടേ, വീഡിയോ നീണ്ടു പോയാലെന്താ, കുഴപ്പമൊന്നുമില്ല. നമ്മളെല്ലാം ഒന്നും കാണിക്കാതിരിക്കണില്ല. നമ്മളുണ്ടാക്കുന്ന സാധനങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കുറച്ച് ടൈം വന്നു, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്കൊരു 8-10 കൂടി പൊരിച്ചെടുക്കാണ്ട്. അത് പൊരിച്ചെടുത്താൽ നമ്മളെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു.
അതുകൂടെ കുഴച്ച് മറിച്ച് പരത്തി എടുത്ത് വേവിച്ച് എടുക്കണം ഈ ഇരിക്കുന്ന സംഭവം കൂടി. കുറച്ച് ടൈം പിടിക്കുന്നുണ്ട് പൊരിച്ചെടുക്കാനൊക്കെ, ടൈം വേണ്ടേ. ടൈം എടുത്താൽ നമുക്ക് ശരിക്കും നല്ലോണം വേവിച്ചെടുക്കാൻ നല്ല ടേസ്റ്റിൽ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ പലഹാരമാണ്. ഇതിൻ്റെ പേരാണ് അരിപ്പത്തിരി. അരിപ്പത്തിരി എന്നും പറയും, ചില ആൾക്കാർ വെളിച്ചെണ്ണപ്പത്തിരി എന്ന് പറയും, ചില ആൾക്കാർ ഇതിന് തേങ്ങാ പത്തിരി എന്ന് പറയും, ചില ആൾക്കാർ ഇതിന് പൊരിച്ച പത്തിരി എന്നും പറയും. നമ്മളിവിടെയൊക്കെ പൊരിച്ച പത്തിരി എന്നാണ് പറയുക. അപ്പോൾ അതാണ് ഇപ്പം ഇന്നത്തെ നമ്മളെ ഫുഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പൊരിച്ച പത്തിരി, നമ്മളെ പൊരിച്ച പത്തിരി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. 10 വേവിച്ച് വെച്ചു, ഇനി 10 കൂടി വേവിക്കാനുണ്ടാവും. 10 കൂടി വേവിക്കാനുണ്ടാവും ഇനി. അത് വെന്തു റെഡിയായി. രണ്ടാമത്തെ ട്രിപ്പ് നമ്മളത് വെന്തു റെഡിയായി. മൂന്നാമത്തെ ട്രിപ്പാണ് ഇടുന്നത്. മൂന്നാമത്തെ ട്രിപ്പ് ഇതിൽ ഇടാൻ പോവാണ്. 6 ഇടുന്ന ഒരു ട്രിപ്പിൽ, 6 ഒരു ട്രിപ്പിലിട്ട് അതും കൂടി വെന്ത് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ അത് ഇതിൽ നിർത്താം നമുക്ക്. പിന്നെ അതിവിടെ വെന്തുകൊണ്ടിരിക്കുകയാണ്. 6 വെളിച്ചെണ്ണപ്പത്തിരി അല്ല, നെയ്പ്പത്തിരി എന്നും പറയും. നെയ്പ്പത്തിരി അല്ല, പൊരിച്ച പത്തിരി എന്നാണ് ഇവിടെയൊക്കെ പറയാതിന്. അപ്പോൾ എന്നോടൊരാൾ ചോദിച്ചു, വെളിച്ചെണ്ണപ്പത്തിരി ഇതല്ലേ എന്ന് ചോദിച്ചു. അതെ, വെളിച്ചെണ്ണപ്പത്തിരി ഇതാണ്, വെളിച്ചെണ്ണയിലുണ്ടാക്കുന്നതാണ്. അത് ഓരോ നാട്ടിലേക്കും ഓരോ സ്ഥലത്തേക്കും അതിന് ഓരോരോ പേരിൽ പറയുന്നു എന്നുള്ളൂ. ചില സ്ഥലങ്ങളിലൊക്കെ വെളിച്ചെണ്ണപ്പത്തിരി എന്ന് പറയും, ചില സ്ഥലത്തൊക്കെ പൊരിച്ച പത്തിരി എന്ന് പറയും. എല്ലാ സാധനവും ഒന്ന് തന്നെയാണ്, പല ഭാഗത്തും പല പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് മാനും സാനുട്ടനും അമ്മുകുട്ടിയാണ് ടേസ്റ്റ് നോക്കുന്ന ആൾക്കാർ. ഇവിടെ എന്ത് സാധനം ഉണ്ടാക്കിയാലും ടേസ്റ്റ് നോക്കലും വരാണ്. എങ്ങനെയുണ്ട്? സത്യം പോലെ പറയണം. സൂപ്പറല്ലേ? സൂപ്പർ. ഓക്കെ.